ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി രമേശിന്റെ നേതൃത്വത്തിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രണ്ട് ഘട്ടമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ പീരുമേട് പഞ്ചായത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. പീരുമേട് പഞ്ചായത്ത് കൂടുതലായി ഊന്നൽ നൽകുന്നത് മാലിന്യ സംസ്കരണത്തിനാണെന്നും ഇതിനായി പൊതുജനങ്ങളുടെയും വിനോദസഞ്ചാരികളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായും ശാന്തി രമേശ് പറഞ്ഞു. പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനം രണ്ട് ഘട്ടമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് തല യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡിൽ മുഴുവൻ വാർഡ് ശുചീകരണ കമ്മിറ്റികൾ വിളിച്ചു കൂട്ടുകയും ഇന്ന് അതിൻ്റെ പ്രവർത്തനത്തിലോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ പൊതുജന സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹെൽത്തിലെ ടീമുകൾ, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്തിലെ സെക്രട്ടറി, AS അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ജനപങ്കാളിത്തത്തോടുകൂടി ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഈ മഴക്കാലം തുടങ്ങിയത് കാരണം തന്നെ എല്ലാ വർഷങ്ങളും ചെയ്യുന്നത് പോലെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം ഏപ്രിൽ മാസത്തിൽ തുടങ്ങേണ്ടതാണ്. അന്ന് ഇലക്ഷൻ ആയത് കാരണം അത് ചെയ്യാൻ പറ്റില്ല. ഇന്ന് നാളെയുമായിട്ട് വിവിധ വാർഡുകളിലായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് നല്ല ജനപങ്കാളിത്തത്തോടുകൂടി തന്നെ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് ഊന്നൽ കൊടുക്കുന്ന ഒരു വിഷയം. മാലിന്യ സംസ്കരണം എന്ന് പറയുമ്പോൾ തന്നെ റോഡ് സൈഡുകളിൽ ഈ തള്ളുന്ന മാലിന്യങ്ങൾ നമ്മുടെ ഈ പീരുമേട്ടിലെ സ്വദേശികളല്ലേ തന്നെയാണ് വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ തള്ളുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഹൈവേ പോലീസിന് ഒരു നിർദ്ദേശം കൊടുക്കുകയും സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും ഫോറസ്റ്റുകാരുടെ ഒരു സഹായത്തോടു കൂടി തന്നെ ഇത് വരും ദിവസങ്ങളിൽ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വഴിയോര കച്ചവടക്കാരുടെ ഏറ്റവും കൂടുതൽ ഒരു ശ്രദ്ധ ഇതിനകത്ത് വേണമെന്നാണ് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത്. നാട്ടുകാരുടെ നിലയ്ക്ക് വ്യാപാരികളുടെയും ഒരു ശ്രദ്ധ ഇതിനകത്ത് വേണം. പഞ്ചായത്തോടെ സഹകരിച്ച് നമുക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ മാലിന്യങ്ങൾ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നിങ്ങളെല്ലാം മുൻകരുതലുകൾ വേണം. പരുന്തുംപാറ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ പരുന്തുംപാറ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആൾക്കാരെ നിയമിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ പാർക്കിംഗ് അടക്കം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് വരും കാലങ്ങളിൽ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പീരുമേട് ഗ്രാമപഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട്. ഇനി പ്രവർത്തനങ്ങൾക്ക് പീരുമേട് ഗ്രാമപഞ്ചായത്ത് തുടങ്ങി എല്ലാവരും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഹരിതകർമ്മസേനാംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ, ഹെൽത്ത് ജീവനക്കാർ, പൊതുജനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് 2 ദിവസങ്ങളിലായി മഴക്കാലപൂർവ്വ ശുചീകരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഉയർന്ന വിലയിൽ നിങ്ങളുടെ വിളകൾ വിൽക്കാൻ ഇനി ഞങ്ങൾ സഹായിക്കാം. നിങ്ങളുടെ ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ വിളകൾ ഇനി പവിത്ര അഗ്രോ വെയർഹൌസിൽ സുരക്ഷിതമായി സംഭരിക്കാം. നടപ്പ് വിലയുടെ 60% വരെ വായ്പ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ഫയർ, ഇൻഷുറൻസ് എന്നിവയടക്കം ഉന്നത നിലവാരം പുലർത്തുന്ന വെയർഹൌസ് ആണ്. ഏവർക്കും സന്ദർശിച്ച് തീരുമാനം എടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.